ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിനകത്ത് ചൈതന്യം ഉണ്ടാക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം തകർന്നിരിക്കുന്നവന് ചതഞ്ഞ ഓടയെ കെടുത്തുന്നതല്ല, അതിനെ ശക്തിയോടെ നല്ല ശബ്ദമുള്ള ഹല്ലേലൂയ ഒരു പുല്ലാങ്കുഴലായി മാറ്റുന്നതാണ്. പുകയുന്ന തിരിയെ കെടുത്തുന്നതല്ല വചനം, പുകയുന്നതിനെ ജ്വലിപ്പിക്കുന്നതാണ്, കത്തിക്കുന്നതാണ്. യഹോവയുടെ വചനം നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാകട്ടെ. വെൽക്കം ടു ദ ഹോളി സ്പിരിറ്റ് മൂവ്മെന്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. വെൽക്കം ടു ദ സീസൺ ഓഫ് ഗ്രേസ് ആൻഡ് ഫേവർ. വെൽക്കം ടു ദ സീസൺ ഓഫ് ഗ്രേസ് ആൻഡ് ഫേവർ. ക്രിസ്തുവേശുവിൽ കൃപയും പ്രസാദവും 2025 നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചലിക്കട്ടെ. എന്നെ ദൈവാത്മാവ് തൊട്ട, എന്നെ ദൈവാത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പോകുന്ന വീഥികളിലെല്ലാം വചനമായി നിർത്തിയ ഒരു ദൈവശബ്ദം എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, പ്രവചന വരത്താൽ നിറയാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഈ 2025 ആത്മാവിൻ്റെ ചലനങ്ങളെ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഈ ദൈവശബ്ദം ഒരു അത്ഭുതമായി മാറുവാൻ ആഗ്രഹിക്കുന്നു. വെൽക്കം to the season of grace and favor. Genesis chapter 29 verse 31. ഉൽപ്പത്തി പുസ്തകം 29 അധ്യായം അതിൻ്റെ 31 വാക്യം ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. And when the Lord saw that Leah was hated, he opened her womb, but Rachel was barren. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു, റാഹേലോ മച്ചിയായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് വളരെ സുപരിചിതമായ 2 കഥാപാത്രങ്ങളാണ് ലേയ, സഹോദരിയാകുന്ന റാഹേൽ. ലാബാന്റെ 2 പുത്രിമാർ. പ്രത്യേകതയുണ്ട്. 2 പുത്രിമാർ. റാഹേൽ സുന്ദരിയും കണ്ണിന് വളരെയധികം ജീവനുള്ളവളും കണ്ണിന് വളരെയധികം അട്രാക്റ്റിംഗ് ഉള്ളവളുമായ റാഹേൽ. എന്നാൽ സാധാരണ ഒരു സ്ത്രീയെപ്പോലെ തന്നെ സൗന്ദര്യത്തിൽ കുറവുള്ളവളും, സൗന്ദര്യത്തിൽ കണ്ണിന് ജീവനില്ലാത്തവളും, ആരും അധികം ആഗ്രഹിക്കാത്ത ഒരു ലേയ. തൻ്റെ അപ്പൻ്റെ അനുഗ്രഹത്തെ യേശാവിൽ നിന്നും വളരെ ഉപായത്തോടെ മേടിച്ച് യേശാവിനെ ഭയപ്പെട്ട് ലാബാന്റെ ഭവനത്തിൽ വരുന്നു. ചരിത്രം നമുക്കറിയാം. ദൈവാത്മാവ് എന്നോട് സംസാരിച്ചൊരു ദൈവശബ്ദം നിങ്ങളോട് ക്രിസ്തുവേശുവിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലാബാൻ പറയുകയാണ്, നിനക്ക് ഇവിടെ കഴിയാം. എന്നാൽ എന്താണ് പ്രതിഫലം? വളരെ ഉപായായി യാക്കോബ് പറയുകയാണ്, ആഗ്രഹം ഒന്നേ ഉള്ളൂ, ഇളയ മകളായ റാഹേലിനെ എനിക്ക് തരണം, എൻ്റെ ഭാര്യയായി എനിക്ക് തരണം. ലാബാൻ പറഞ്ഞു, പുറം ജാതിക്കാർക്ക് പുറമേയുള്ളവന് കൊടുക്കുന്നതിന് എത്രയോ നല്ലതാണ്, അല്ലെങ്കിൽ സ്വന്തം അനന്തരവനായി നിനക്ക് തരുന്നതിൽ സന്തോഷം. രണ്ടുപേരും എഗ്രിമെന്റിൽ കരാറ് വെച്ച് 7 വർഷം റാഹേലിന്റെ മനസ്സിൽ സ്വപ്നം കണ്ടുകൊണ്ട് യാക്കോബ് ജോലി ചെയ്യുന്നു. വർധനവുണ്ടാകുന്നു. ലാബാൻ സമ്പന്നനാകുന്നു. വിശുദ്ധ വേദപുസ്തകം അറിയാം, ലാബാന്റെ ആടുമാടുകൾ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ വലിയൊരു ചതി സംഭവിക്കുകയാണ്. കല്യാണ ദിവസമായപ്പോൾ മദ്യത്തിന്റെ ലഹരിയിലായിരുന്ന യാക്കോബിന് സ്ത്രീ മാറിപ്പോവുകയാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ മനസ്സിലാകുന്നു അത് അനിയത്തിയല്ല, ജ്യേഷ്ഠ സഹോദരിയായ ലേയ ആണെന്ന്. വളരെ കോപത്തോടെ രാവിലെ പ്രഭാതത്തിൽ തന്നെ ഈ ലാബാന്റെ അടുക്കൽ ചെന്ന് അവയെ സംസാരിക്കുകയാണ്. വാഗ്വാദങ്ങൾ ഉണ്ടാകുകയാണ്. അവിടെ ആ കോപപ്രക്ഷോഭങ്ങളിൽ ലാബാൻ പറയുകയാണ്, നിന്റെ നമ്മുടെ സിസ്റ്റം അനുസരിച്ച്, the customs which we followed, the elder one should marry first. ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ചതിക്ക് ഓപ്പോസിറ്റ് ആവും. പക്ഷേ 7 വർഷവും ഇനിയും സേവിച്ചാൽ അനിയത്തിയെ തരാമെന്ന് ലാബാൻ പറയുകയാണ്. അനുഗ്രഹത്തിൻ്റെ കീയുള്ള യാക്കോബ് റാഹേലിന് വേണ്ടി 7 വർഷക്കാലം, മൊത്തം 14 വർഷക്കാലം വർക്ക് ചെയ്യുന്ന ഒരു കാലഘട്ടം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ എൻ്റെ മെസ്സേജിലേക്ക് ഞാൻ കടക്കുകയാണ്. ഐ എം കമ്മിങ് ടു മൈ മെസ്സേജസ് ഗ്രേസ് ആൻഡ് ഫേവർ. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പ്രസാദവും. 31 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടപ്പോൾ. യാക്കോബ് കണ്ടെന്നല്ല, ലാബാൻ കണ്ടെന്നുള്ളതല്ല, റാഹേൽ കണ്ടെന്നുള്ളതല്ല, ദൈവം കണ്ടപ്പോൾ
അവളുടെ ഗർഭത്തെ തുറന്നു. രാഹേലോ മച്ചിയായിരുന്നു. And Lord opened her womb and she was blessed. And that same way Rachel was barren. റേച്ചലിന്റെ ഉദരം ബാരനായിരുന്നു, തരിശു നിലമായിരുന്നു, അത് മച്ചിയായിരുന്നു, ഫലം കൊയ്യാത്ത നിലമായി മാറി. എന്നാൽ ദൈവം ലേയ യഹോവയെ സ്നേഹിച്ചു. യാക്കോബ് തന്നെ സ്നേഹിക്കും എന്ന് അവൾ വിശ്വസിച്ചു. തൻ്റെ മൂത്ത മകൻ രൂബേന് ജന്മം കൊടുത്തപ്പോൾ യഹോവ എൻ്റെ കഷ്ടത, the Lord hear my afflictions and now my husband will love me, started to love me. The firstborn was so much of expectations in Leah's life. ലേയുടെ ജീവിതത്തിൽ ആദ്യത്തെ മകനെ ജനിപ്പിച്ചപ്പോൾ വളരെയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വിരോധമായി സ്റ്റിൽ ജേക്കബ് ലവ് റേച്ചൽ. യാക്കോബ് റാഹേലിനെ സ്നേഹിച്ച് വന്നു. ആദ്യത്തെ ദൈവമായി അടുക്കുന്നതിൻ്റെ റീസൺ എന്താ? ലേയെ വേദനയാണ്, നിന്ദയാണ്. ചില വ്യക്തിയോട് ഞാൻ പറയാം, ദൈവത്തെ കാണുന്നതിന് നിന്റെ നിന്ദകൾക്ക് വലിയ സ്ഥാനമുണ്ട്. പ്രതികരിക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാകട്ടെ. നിന്ദകൾ, ദുഷികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ലയ പോലെ ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവം നിന്റെ ഉദരത്തെ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. Somebody say with me, ദൈവം എൻ്റെ ഉദരത്തെ തുറന്നാൽ, ദൈവം എന്നെ അനുഗ്രഹിച്ചാൽ വാതിലുകൾ അടയ്ക്കാൻ ഒരു യാക്കോബിനും കഴിയത്തില്ല. Hallelujah, praise the Lord. ദൈവമോട് ഉദരത്തെ തുറന്നു. 7 തലമുറകളെ രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ തുടങ്ങിയ 7 തലമുറകളെ അവളിൽ ജനനം സംഭവിപ്പിക്കുകയാണ്. 7 ജനറേഷനുകൾ, 7 ഗോത്രങ്ങളുടെ മാതാവായി ലേയ മാറുമ്പോൾ ഒന്നുപോലും സംഭവിക്കാത്ത മച്ചിയായിരിക്കുന്ന ഒരു ബാരനായിരിക്കുന്ന റാഹേൽ. സൗന്ദര്യമുണ്ട്, യാക്കോബിന് സ്നേഹമുണ്ട്, യാക്കോബിന് ലേയ ജീവനാണ്. പക്ഷേ ഉദരഫലം യഹോവ തുറന്നില്ല. ഇങ്ങനെ പറയട്ടെ, നിനക്കുള്ളതിനകത്ത് ദൈവം വാതിൽ തുറന്നാൽ, റാഹേലുമാർ അസൂയപ്പെട്ടാലും കുഴപ്പമില്ല, നിന്റെ ഉദരത്തെ ദൈവം തുറന്നുകൊണ്ടിരിക്കും. ചില വ്യക്തികൾ നിന്റെ വാതിൽ അടയ്ക്കാൻ പരിശ്രമിക്കട്ടെ, ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ചില വ്യക്തികൾ നിന്റെ ജോലിയെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ സമ്പത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ പരിശ്രമിക്കട്ടെ, അഹോരാത്രം പരിശ്രമിക്കട്ടെ. ദൈവം നിനക്ക് വേണ്ടി തുറന്നാൽ അവ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. എൻ്റെ കൂടെ ചേർന്ന് പറ, ഒരു പിശാചിനും ഒരു ലൂസിഫറിനും അവന്റെ സൈന്യത്തിനും ദൈവം തുറന്ന വാതിൽ അടയ്ക്കുവാൻ കഴിയത്തില്ല. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവൻ ലേയ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി ഉദരത്തെ തുറന്ന് തലമുറകളെ കൊടുത്തെങ്കിൽ, ചില ലേയമാർ ശബ്ദം കേൾക്കുക. ഈ വർഷം നിന്റെ ഉദരത്തിനകത്ത്, നിന്റെ ഉദരത്തിനകത്ത് ദൈവം ചിലതിനെ നിറയ്ക്കുവാൻ, തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. ദൈവത്തിന്റെ ഗ്രേസ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് Leah got favor. ലേയയ്ക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചു. പ്രസാദമുള്ളവർക്ക് സന്തോഷം ഉണ്ടാകും. പ്രസാദമുള്ളവർ ദൈവത്തെ സ്തുതിക്കും. മറിയ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അധരം യഹോവയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെയാണത് തുറന്നത്? ലേയ എന്ന അമ്മച്ചി ഒരു പ്രാർത്ഥനക്കാരിയായിരുന്നു, ഒരു സ്തുതിക്കുന്നവളായിരുന്നു. അവൾ അവസാനത്തെ മകനെ ജനിപ്പിച്ചപ്പോൾ അവളുടെ ജീവിതത്തിനകത്ത് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ആദ്യത്തെ പ്രാരംഭത്തിലെല്ലാം ഭർത്താവ് എന്നെ സ്നേഹിക്കും, ഭർത്താവ് എന്നെ കരച്ചിൽ കാണും, ഇപ്പോൾ അവൻ എന്നോട് ചേർന്നിരിക്കും എന്ന് പറഞ്ഞ് യാക്കോബിനെ ഓരോ തലമുറകൾ കൊടുത്ത് സ്നേഹിക്കുന്ന ലേയ. എന്നാൽ ഇന്ന് ഇതിനകത്ത് അവസാന തലമുറ ജനിച്ചപ്പോൾ അവൾ അതിന് പേരിട്ടു സ്തുതി. യഹോവ, the God is my praise. അവിടെ യാക്കോബില്ല, അവിടെ പൂർണ്ണതയാണ്, അവിടെ പൂർണ്ണതയാണ്. ചില ബന്ധങ്ങൾ, ദൈവമായ ചില ബന്ധങ്ങൾ, ആദ്യം നിനക്ക് തുടങ്ങുന്ന വേദനകൾക്കകത്തായിരിക്കും ദൈവമായ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിന്റെ പൂർണ്ണത വേദനയായിരിക്കത്തില്ല, ദൈവമായ ബന്ധമായിരിക്കും. Somebody say with me, യഹോവ നിന്റെ ഉദരത്തെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെയാണ് അവസാനത്തെ തലമുറ. ഞാൻ പറഞ്ഞല്ലോ, ആമേൻ. And she conceived again and bare a son, and she said, now I will praise the Lord. Therefore she called the name Judah and left bearing. അതുകൊണ്ട് അവളുടെ പ്രസവം നിന്നുപോയി. That day the Lord spoke to her, and the day that she started to bear Reuben, and the day she stopped conceived, the Lord is with her. ദൈവം അവളോട് കൂടെ ഉണ്ടായിരുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ദൈവവൈതലേ, ഇന്ന് പ്രഭാതത്തിൽ നിന്റെ കൂടെ ഉണ്ടാകേണ്ടത് യാക്കോബല്ല, നിന്റെ കൂടെ ഉണ്ടാകേണ്ടത് അവന്റെ സ്നേഹമല്ല, നിന്റെ കൂടെ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ കരമായിരിക്കട്ടെ. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് മറിയോട് പറയുകയാണ്, പുരുഷനെ അറിഞ്ഞിട്ടില്ലെങ്കിലും നിന്റെ ഉദരത്തിൽ ജനനം സംഭവിപ്പിക്കുവാൻ the Holy Spirit can do the miracles. പരിശുദ്ധാത്മാവിന് കഴിയും. നിന്റെ മേൽ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും.
അല്ലെങ്കിൽ ദൈവത്താൽ നടക്കുന്ന ജനനങ്ങൾ അത് പരിശുദ്ധാത്മാവിനകത്താണ്. മാനുഷികമാകുന്ന കരങ്ങളല്ല നിനക്ക് അനുഗ്രഹമായി തീരേണ്ടത്. മാനുഷികമാകുന്ന ഡോറുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ തുറക്കേണ്ടത്. ഒരു യാക്കോബിനും അടയ്ക്കാൻ കഴിയാത്ത, ഒരു റാഹേലിന്റെ അസൂയയ്ക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ ദൈവത്തിന്റെ ആത്മാവ് 2025 ദ ഗ്രേസ് ആൻഡ് ഫേവർ എന്ന സീസണിൽ കേൾക്കുന്നവരുടെ മേൽ തുറക്കാൻ പോവുകയാണ്. എനിക്കറിയാം ഈ മെസ്സേജ് ചില വ്യക്തികളുടെ ശുശ്രൂഷകളുടെ പോയിന്റിങ്ങിൽ മാറും. ചില വ്യക്തികളുടെ ശുശ്രൂഷകൾ, ഈ ചില വ്യക്തികളുടെ ലൈഫിനകത്ത് ചേഞ്ചുകൾ സംഭവിക്കും. ഒരു പിക്ചർ എങ്ങനെ കലാകാരൻ ഉണ്ടാക്കുന്നു, അതിന്റെ ഫൈനൽ സ്റ്റേജിൽ അത് ബ്യൂട്ടിഫുൾ ആകുന്നത് പോലെ ദ ഗ്രേസ് ആൻഡ് ഫേവർ നിങ്ങളുടെ മേൽ തുറക്കുമ്പോൾ, ഹല്ലേലൂയ, ഞാനിങ്ങനെ പറയാം, ഫേവർ അല്ല ആദ്യം തുറക്കുന്നത്, ഗ്രേസ് ആണ്. ഗ്രേസ് എങ്ങനെ തുടങ്ങുന്നു? ബന്ധത്തിൽ തുടങ്ങുന്നു, സ്നേഹത്തിൽ തുടങ്ങുന്നു, ദൈവത്തോടുള്ള ആർദ്രതയിൽ, ദൈവത്തോടുള്ള അതിമഹത്തായ എക്സീഡിംഗ് ഗ്രേസിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്യും? ഗ്രേസിനകത്തുള്ളവന് ദൈവത്തിന്റെ ഫേവർ തുറന്നിടും. ആർക്കും അടയ്ക്കാൻ കഴിയാതെ യെശയ്യാവിന് ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ വലങ്കരത്തെ പിടിച്ചിരിക്കുന്നു, വാതിലുകൾ കതകുകൾ നിന്റെ മുമ്പിൽ ഷട്ട് ഡൗൺ ആകാതിരിക്കേണ്ടതിന് ലെറ്റ് ബി ഓപ്പൺ ബൈ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ഞാൻ സാന്നിധ്യത്തിൽ തുറക്കുകയാണ്. വിശ്വസിക്കുക, ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ തുറക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇല്ലയ മെസ്സേജിന്റെ പാർട്ട് 1 ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ഇതിനകത്തൊരു ക്രൈസ്റ്റ് റെവലേഷൻ ഉണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ പാർട്ട് 2 കേൾക്കുന്നവർ ഈ പാർട്ട് 1 കേൾക്കുക. ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കും, എങ്ങനെ ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടാം, എങ്ങനെ സക്സസ്ഫുൾ മിനിസ്ട്രി മൂവ് ചെയ്യാം, എങ്ങനെ സക്സസ്ഫുൾ മാനായി ആത്മാവിൽ ചലിക്കാം എന്നുള്ള അടുത്ത ശബ്ദം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ. ഐ റിയലി റിക്വസ്റ്റ് ടു ഷെയർ ദിസ് മെസ്സേജ് ടു ദ ബിലോവഡ് ഫോൺ. നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. നിങ്ങൾ ആത്മാവിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഗ്രേസ് ആൻഡ് ഫേവർ സീസണിൽ കയറുവാൻ ആഗ്രഹിക്കുന്നവരുടെ മേൽ ഈ മെസ്സേജിനെ ഷെയർ ചെയ്യുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Let me close our eyes and start to pray. Heavenly Father, thank for the wonderful time. Thank for the grace and favor season that you open in 2025. Let the people, those who hear this voice of God, let the people, those who are right now are in the Spirit and moving according to the will of Holy Spirit, let the season are open right now. Let never door shut in front of them. Let never door shut in front of them. In the name of Jesus, the Lion of Judah that started to walk among their life, among the ministry and the way, the path which they followed according to the will and according to the Holy Spirit guidance. I bless these people. I'll bless each and every person. In Jesus' name we prayed. Amen. God bless you all. Amen. Amen.